ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 2nd ചാപ്റ്റർ ആയിട്ട് എടുക്കുന്നത് എന്താണ് ഭക്ഷണവും മനുഷ്യരും. 2024 ബുക്ക് മാറിയ ആ പുതിയ ബുക്കാണ് ഇത്. 2nd ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും കേട്ടോ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങിത്തന്നു. എന്തു രുചിയായിരുന്നെന്നോ. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. ഇത് സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പാട്ടോ. ഇത് ഇവിടെ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന ഭക്ഷ്യമേളയായിരുന്നു സ്കൂളത്തെ അല്ലേ. അതിനെക്കുറിച്ച് വിവരിച്ചതാണ് അല്ലേ സിബി. അപ്പോൾ അവനെന്ന് അവിടെ കണ്ടതും പിന്നെ എന്തൊക്കെയാ വിഭവങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവുക, എന്തൊക്കെയാണ് അവിടെ കണ്ടത് ഇവിടെ പറയുന്നുണ്ടല്ലേ. കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ അല്ലേ. പിന്നെ പായസവും ലഡും ഹൽവ, കേക്ക്, മിഠായി, ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് അല്ലേ. അതൊക്കെയാണ് പിന്നെ സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പാണിത്. എന്തൊക്കെ വിഭവങ്ങളെ കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ കണ്ടു. ചക്ക, ചെറുധാന്യം, കപ്പ, കിഴങ്ങ്, പായസം, ലഡു അല്ലേ ഒക്കെ എഴുതാം. ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? ഇതല്ലാതെ വേറെ എന്തൊക്കെ ഭക്ഷ്യവിഭവങ്ങൾ നിങ്ങൾക്കറിയാം? അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക. നിങ്ങൾ കഴിച്ച ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ. ഇതിൽ പറയാത്ത കുറേ വേറെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഭക്ഷണ സമ്പാദനം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. നമ്മളിപ്പോൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണമാണ് നമുക്ക് അല്ലേ. നമ്മൾ ആദ്യം 2 ദിവസമൊക്കെ വേണ്ടാതൊക്കെ പറയും അല്ലേ. പിന്നെ 3-ാമത്തെ ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ 3 വേണ്ട. ഒരു ദിവസം തന്നെ നമ്മൾ രാവിലെ കഴിച്ച് പിന്നെ ഭക്ഷണം ഇല്ലാതെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നോമ്പ് പറ്റാനൊക്കെ എന്താ അവസ്ഥ അല്ലേ. അപ്പോൾ നോമ്പ് നോൽക്കുന്നവർക്ക് നോമ്പ് മാറ്റാനുള്ള അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചു നോക്കുക. അപ്പോൾ അപ്പം ഭക്ഷണം ഇല്ലാതെ നമുക്ക് നിൽക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾ അത്യാവശ്യമായ ഘടകങ്ങളാണ് ഭക്ഷണം അല്ലേ. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് അല്ലേ. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. പണ്ടൊക്കെ ഇലയും പഴവും കിഴങ്ങും ധാന്യമൊക്കെ ആയിരുന്നു ജീവികളുടെ ഭക്ഷണം അല്ലേ. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു അല്ലേ. ചില ജീവികൾ മറ്റേ ജീവികളെ കൊന്ന് തിന്നുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യന്മാരും അങ്ങനെ തന്നെ. ജീവികൾ മാത്രമല്ല മനുഷ്യന്മാരും അങ്ങനെ. നോക്കൂ, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ചു നോക്കിയേ. കണ്ടോ? മീനിനെ പിടിക്കുന്ന, മാനിനെ പിടിക്കുന്ന, മാനിനെ തൂക്കിക്കൊണ്ടിരുക അല്ലേ. പിന്നെ ഇവർ മീനിനെ പിടിക്കുന്ന അതാണ് അല്ലേ. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർ ഭക്ഷണം ശേഖരിച്ചിരുന്നു അല്ലേ. പിന്നെ മീനിനെ പിടിച്ചിരുന്നു അല്ലേ. ജലത്തിലുള്ള മത്സ്യങ്ങളെ പിടിച്ചിരുന്നു. പിന്നെ മൃഗങ്ങളെ പിടിച്ച് തിന്നിരുന്നു അല്ലേ. വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷണ വസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയൊക്കെ അവർക്ക് എന്തെല്ലാം ഭക്ഷണ വസ്തുക്കളാണ് ലഭിച്ചിട്ടുണ്ടാവുക? കായ്കനികൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ വേരുകളും കിഴങ്ങുകളും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ മാന് മൃഗങ്ങളെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എന്തൊക്കെയാന്നുള്ളത് എഴുതാം. തീയും ഭക്ഷണവും. വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണ് കഴിച്ചിട്ടുണ്ടാവുക. ഈ വേട്ടയാടലിലൂടെയൊക്കെ കുറെ ഇതൊക്കെ കിട്ടിയല്ലോ, ഇറച്ചികളും ഇതൊക്കെ കിട്ടിയില്ലേ. അതൊക്കെ പണ്ടത്തെ ആൾക്കാർ വേവിച്ചിട്ടാണോ കഴിച്ചിട്ടുണ്ടാവുക? നോക്കാം. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു അല്ലെ. തീയൊന്നും അന്നില്ലായിരുന്നു അല്ലെ. അതിന്റെ ഉപയോഗം അറിയാത്തതിനാൽ അന്ന് കിട്ടിയ ഭക്ഷണ വസ്തുക്കളൊക്കെ അങ്ങനെ തന്നെ കഴിച്ചിരുന്നു അവരല്ലേ. പിന്നെ എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി അല്ലെ. തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി.
തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് എന്താ? മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് അല്ലെ. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം അല്ലെ. പണ്ട് കാട്ടുതീ ഉണ്ടായപ്പോ അതില് എന്താണ് മൃഗങ്ങളൊക്കെ ചത്ത് ഉണ്ടാവില്ലേ, അപ്പൊ വെന്ത് കിടക്കുകയായിരിക്കുമല്ലോ. അപ്പൊ അത് കഴിച്ചപ്പോഴേക്കും അവർക്ക് ആദ്യത്തെ വേവിച്ച ഭക്ഷണം അതായിരിക്കും അവർക്ക് അല്ലെ. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ എന്താക്കി ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അല്ലെ. അങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചൊക്കെ അന്നത്തേക്കുള്ള ആവശ്യമായ ഭക്ഷണമാണ് നേടിയിരുന്നത് അല്ലെ. പിന്നെ പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി അല്ലെ. ഈ ബോക്സിൽ നോക്കിയേ, തീ ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി അല്ലെ. എന്താണ്? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു. അപ്പൊ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. നോക്കൂ, എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധരാക്കിയിട്ടുണ്ടാവുക അല്ലെ. ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, അതൊക്കെ എന്തായിരിക്കും ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കി അല്ലെ. ആ വേട്ടയാടി മാത്രം കഴിച്ചാൽ അതൊക്കെ ഇല്ലാതാവും അല്ലെ. പിന്നെ ഓരോന്നും നശിക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് ഭക്ഷണം കിട്ടാതായി അല്ലെ. പിന്നെന്തായി? വേറെ ഭക്ഷണത്തിന് ലഭ്യതക്കുറവ് വന്നില്ലേ. അപ്പൊ വേറെ മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ അവർ നിർബന്ധിതരായതാണ് അല്ലെ. ഇനി ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണാവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളായിരുന്നു. എന്താണ്? കുറെ അങ്ങനെ കാലക്രമേണ കാലം കഴിയുന്തോറും മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണാവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. ഇതിനെയൊക്കെ ആയിരുന്നു ആദ്യം അവർ ഇണക്കി വളർത്തിയത്. നോക്കൂ, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ അല്ലെ. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും പിന്നെ അതുപോലെ മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങി ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു അല്ലെ. മനുഷ്യരോട് വേഗം ഇണങ്ങി ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി അല്ലെ. കൃഷി വ്യാപകമായി അല്ലെ. അപ്പോൾ മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കായി ഇണക്കി വളർത്താൻ തുടങ്ങി. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിലുണ്ടായത്? എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചിട്ടുണ്ടാവുക? വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അവർ അത് ഓരോ സാധനങ്ങൾ, അതായത് ഇപ്പോൾ എക്സാമ്പിള് ഇപ്പം അവർ മാങ്ങ തിന്നു വിചാരിച്ചോ. അപ്പൊ മാങ്ങ തിന്ന് അതിന്റെ അണ്ടി കളയുമല്ല, അതിന്റെ ഇത് അല്ലേ, ആ സീഡ് കളയും. അപ്പൊ എന്താക്കും? അതിൽ നിന്ന് തൈ മുളച്ചു വന്നത് അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അവര് ഇങ്ങനെ ഈ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകുന്ന ആ ടൈമിലായിരിക്കും അല്ലെ. ഈ മാങ്ങയല്ല വേറെ ഏതും അവര് വലിച്ചെറിഞ്ഞ എന്ത് സാധനവും ഇങ്ങനെ തൈ മുളയ്ക്കുമ്പോഴാണ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അപ്പം കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി അല്ലെ. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും അല്ലെ. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും. വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. പാറപ്പുറത്തിട്ടാൽ ഉണങ്ങിപ്പോകൂലേ, പിന്നെ വെള്ളത്തിലിട്ടാലോ ചീഞ്ഞും പോകൂലേ. അപ്പം ചൂടും വേണം, ഈർപ്പവും വേണം അല്ലെ. അപ്പൊ മണ്ണിൽ വിത്ത് മുളയ്ക്കുന്ന അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. അങ്ങനെ തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ
എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. എന്താണ്? ഗോതമ്പും ബാർലിയും ചാമ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ് ആദ്യകാലത്ത് അവർ കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് അല്ലെ. കൃഷിക്ക് ആവശ്യമായ വെള്ളം വേണം അല്ലെ, അതിന് വളക്കൂറുള്ള മണ്ണും വേണം. അപ്പൊ അവിടെ എവിടെ ലഭിച്ചിട്ടുണ്ടാവുക? നദീന്റെ തീരത്തായിരിക്കും അല്ലെ. അപ്പൊ അവിടെയാണ് മനുഷ്യർ എന്താക്കി കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു അല്ലെ. അങ്ങനെ എന്താക്കി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞെറിയേണ്ട ആവശ്യമല്ല അല്ലെ. അപ്പൊ എന്താക്കി, ഇവര് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ എന്താക്കി, അവരവിടെ തന്നെ സ്ഥിരവാസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവും? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി അല്ലെ. അതൊക്കെ ഇപ്പം എന്താണ്, കിഴങ്ങ് അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ തെരഞ്ഞു പോയാൽ നമ്മൾ പെട്ടെന്നൊന്നും അവർക്ക് കിട്ടൂല അല്ലെ. പക്ഷെ ഇവിടെ എന്താക്കി, നമ്മൾ സ്വന്തം വളർത്താൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടി, അവർക്ക് കിട്ടി അല്ലെ. ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകും? ചർച്ച ചെയ്യൂ. സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങളാണ് അല്ലെ. കാരണം വെള്ളത്തിന് വെള്ളം വേണം, പിന്നെ വളക്കൂറുള്ള മണ്ണൊക്കെ എന്താണ് ഈ നദീതടത്തിന് സമീപമാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഒന്ന് ചർച്ച ചെയ്യാം. നോക്കൂ, ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ഇനി ആദ്യകാല കാർഷികോപകരണങ്ങൾ എന്തൊക്കെയാണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് അല്ലെ. ഇതൊക്കെയായിരുന്നു പണ്ട് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. അവരുടെ ഉപകരണങ്ങൾ അതായിരുന്നു. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. എന്താണ്? മണ്ണ് ഇളക്കിയിട്ടാണ് വിത്ത് കുഴിച്ചിട്ട് അല്ലെ. അപ്പൊ ഈ ഉപകരണമൊക്കെ എന്തായി? സഹായകമായി അല്ലെ. ആദിമ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. പണ്ടുള്ള മനുഷ്യർ എന്താണ്? അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു അല്ലെ. കൃഷി പുരോഗതി പ്രാപിച്ചതോടെ എന്തായി? മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം എന്താക്കി? ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു അല്ലെ. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? അപ്പൊ അവർ ഉപയോഗിച്ചതിന് ശേഷം കുറെ ബാക്കി വന്നിട്ടുണ്ടാവും അല്ലെ. അതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ. അപ്പൊ ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? മൺപാത്രത്തില്, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളില്, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകള്, പിന്നെന്താണ്, എന്തൊക്കെയായിരിക്കും അതൊന്ന് എഴുതുക. നമ്മളിപ്പോൾ ഉള്ളവരെ ചിന്തിച്ച് നോക്കുക, ഇപ്പൊ എന്തിനൊക്കെയാണ് ഓരോ സാധനം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം പണ്ടുള്ളവർ എങ്ങനെയൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചതെന്ന് കണ്ടില്ലേ. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട അല്ലെ. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കിയില്ലേ. ഈ ചളിക്കട്ട എന്താ? മൺകട്ട എന്താണ്? ഈ വെള്ളത്തിലിട്ട അലിഞ്ഞു പോകൂലേ. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കിയില്ലേ. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ കൃഷി വ്യാപകമായതോടെ എന്താ? ധാന്യങ്ങൾ കൂടിയില്ലേ. അപ്പൊ സൂക്ഷിച്ചു വെക്കാൻ എന്താക്കി? കുറെ ധാന്യങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ വലുപ്പത്തിലുള്ള പാത്രങ്ങളൊക്കെ വേണ്ടി വന്നില്ലേ. അപ്പൊ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. മൺപാത്രങ്ങൾ എന്താണ്? ആഹാരം പാചകം ചെയ്യാൻ വേണം അല്ലെ. അതിന് അവർ ഉപയോഗിച്ചു അല്ലെ. പിന്നെന്താണ്? ഇത് നിർമ്മിക്കാൻ, ഈ മൺപാത്രം നിർമ്മിക്കുന്ന ചക്രം കണ്ടുണ്ടോ? അത് നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് എന്താണ്? മനുഷ്യ ചരിത്രത്തിലെ തന്നെ പ്രധാന വഴിതിരിവായിരുന്നു അല്ലെ. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാക്കുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അല്ലെ. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനാണ് എന്താ പണ്ടത്തെ കാലത്തൊക്കെ എന്താ ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ധാന്യപ്പുര? ഗ്രാനറി. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്താണ്? പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമാണിത് സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് എന്ത്? ധാന്യപ്പുര. ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു.
നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായി ഭരണികൾ, പത്തായങ്ങൾ എന്നിവ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് പുറമെ മറ്റേതെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങൾ അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചിരുന്നിരിക്കാം? അവയെക്കുറിച്ച് മുതിർന്നവരോട് നിങ്ങൾക്ക് എന്താക്കുക, ചോദിച്ചറിയാം. ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും എന്തൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? ഇപ്പം നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ, അതുപോലെ സൂക്ഷിച്ചു വെക്കാൻ, ശേഖരിക്കാനൊക്കെ എന്ത് പാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നോക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത ഭാഗം നന്നായി നോക്കുക കേട്ടോ. എന്താണ് ഗ്രാനറിയിലെ ധാന്യപ്പുര, എന്താണ് ഈ പണ്ടുള്ള ഇതിൽ ഭക്ഷണ സാധനങ്ങൾ, അതായത് ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഈ ധാന്യപ്പുര അല്ലേ. പിന്നെന്താണ് മൺപാത്ര നിർമ്മാണം വ്യാപകമായതോടുകൂടിയാണ് എന്താക്കിയത്, ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ചക്രം കണ്ടുപിടിച്ചത്. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്